എല്ലാവർക്കും ടെക്ലേമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമി 13 കുറിച്ചാണ്. സോ പുതിയതായിട്ട് ഇറങ്ങിയ ഫോണാണ്. സോ നമുക്കിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ് ഫോൺ. ഇനി കുറച്ച് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണ്. സോ നമുക്ക് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ റിയൽമി ഡിസൈനാണ്. ബാക്കിലെ റൗണ്ട് ക്യാമറ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇച്ചിരി വെറൈറ്റി ഡിസൈൻ പിടിച്ചിട്ടുണ്ട് പുറകിലൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ നോക്കാം, ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. 7.6 mm ആണ് തിക്നെസ് വരുന്നത്. 185 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം കാര്യം വരുന്നുണ്ട്. പിന്നെ IP65 റേറ്റിംഗും വരുന്നുണ്ട്. സോ ഡ്യൂറബിലിറ്റി വലിയ കുഴപ്പമില്ല. മുഴുവൻ പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഫ്രെയിം നമുക്ക് എന്താ പറയുക, ഒരു റൗണ്ടഡ് അല്ല, ഐഫോണിൻ്റെ പോലത്തെ ഫ്രെയിമാണ്, ഫ്ലാറ്റ് ഫ്രെയിംസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് മേളിൽ വരുന്നുണ്ട്. ഒരു USB Type-C കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ 120 ഹെർട്സിൻ്റെ സാംസങ്ങിൻ്റെ E4 AMOLED ആണ്. 180 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. നമുക്ക് പിന്നെ വരുന്നത് 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലാണ്. ഇപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊന്നും കിട്ടത്തില്ല. നമുക്ക് പുതിയ ഫോണല്ലേ, ഇറങ്ങിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നാലാണ് നമുക്ക് അവിടെയും HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. സോ പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. ഇത് പിന്നെ 8-bit ഡിസ്പ്ലേ ആണ്, 10-bit ഒന്നുമല്ല, സാധാ 8-bit ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. ആരും കുറ്റം കുറവൊന്നും പറയത്തില്ല. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. നെക്സ്റ്റ് ഓർഡർ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമുക്ക് പിന്നെ 3.5 mm ജാക്കും കൂടി നമുക്ക് വരുന്നുണ്ട്. സോ നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഗെയിമേഴ്സ് നല്ലൊരു കാര്യം തന്നെ. ഈ ഫോൺ ശരിക്കും ഇറങ്ങിയത് ഗെയിമേഴ്സിന് വേണ്ടിയെന്നാണ് റിയൽമി പറയുന്നത്. എനിക്ക് കാര്യം ഞാൻ പറയാൻ വരുന്നുണ്ട്. ഓക്കെ, ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഗെയിമേഴ്സിനൊക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് നമ്മൾ പറയുന്നത് നമുക്കിവിടെ വരുന്നത് MediaTek Dimensity 7300 ആണ്. 22,000 തൊട്ട് 27,000 ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതിൽ ഈ Dimensity 7300 കൊടുത്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ആ പ്രൈസ് റേഞ്ച് വരുന്ന എന്താ പറയുക, ഫോൺസ് ഒക്കെ ശരിക്കും Dimensity 7200, ചില 7S Gen 2, ചിലൊക്കെ 7 Gen 3 ഇതൊക്കെയാണ് വരുന്നത് സാധാരണ. ഇതിൽ 7300 കൊടുത്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. 22,000 തൊട്ട് 27,000 നല്ലൊരു പ്രൈസ് റേഞ്ച് വ്യത്യാസമുണ്ട്. 27,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടോ ആ റേഞ്ചിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 ഉണ്ട്, എഡ്ജ് 50 ഫ്യൂഷൻ ഉണ്ട്. 27,000 രൂപ വന്നപ്പോൾ ഒരു 3,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഡ്ജ് 50 പ്രോയും കൂടി കിട്ടും. സോ എനിക്കത് മനസ്സിലായില്ല എന്തുകൊണ്ട് അവർ കൊടുത്തതെന്നുള്ളത്. കാരണം ഇത് ശരിക്കും ഒരു 12,000 രൂപയിൽ ഇറങ്ങേണ്ട ഒരു ഫോണായിരുന്നു. ആ പ്രോസറും ആ പ്രൈസ് റേഞ്ചിലുള്ള പ്രോസറാണ് ശരിക്കും പറഞ്ഞത്. സോ അത് പോട്ടെ. സോ ഞാൻ സ്പെക്കും ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM ആണ് വരുന്നത്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് ഉണ്ട്. സോ നമുക്ക് മെമ്മറി കാർഡ് കൂടി അതിൻ്റെ കൂടെ ഇടാൻ പറ്റും. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 6,93,185 ആണ്. CPU 2,09,975 നമുക്ക് GPU വരുന്നത് 1,79,876 ആണ് വരുന്നത്. ഇനി ഇവർ പറഞ്ഞ ഗെയിമിങ്ങിന്റെ കാര്യം പറയാം. സോ ഇത് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് BGMI 90 FPS ഓപ്ഷൻ അവൈലബിൾ ആണ്. അവൈലബിൾ മാത്രമേ ഉള്ളൂ. 90 FPS ഗെയിം കയറത്തില്ല. ഞാനിപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മാക്സിമം പോയെന്ന് പറഞ്ഞാൽ 70 FPS ആണ്. TDM-ൽ 70 FPS അതേസമയം ക്ലാസിക്കിലാണെങ്കിലും ഒരു ഹോട്ട് ഡ്രോപ്പൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു 45 താഴുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, പുഷിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 70 FPS കിട്ടും. പിന്നെ ആവറേജ് നിങ്ങളൊരു 50 കൂട്ടിക്കുക, 50-52 കൂട്ടിക്കുക, അല്ലാണ്ട് 90 FPS കിട്ടത്തില്ല. ഹോട്ട് ഡ്രോപ്പ് സമയത്ത് 45 FPS, പിന്നെ നല്ല ഫൈറ്റിംഗ് ഉള്ള സമയത്ത് 40-50 ആ റേഞ്ച് ആയിരിക്കും. ഫ്ലക്ച്വേഷൻ ഉണ്ട് നല്ലോണം. പിന്നെ ആരും ഇപ്പോൾ നമ്മൾ ഫൈറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ 70 FPS അത്രേ ഉള്ളൂ. ഇത് ആളുകൾ വെറുതെ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ചില യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാം 90 FPS ഗെയിമിംഗ് പുളി എന്നൊക്കെ പറയണം. അതൊന്നും അല്ല, ഇതത്രേ ഉള്ളൂ. 70 ആണ് മാക്സിമം കയറത്തുള്ളൂ. OS-ന്റെ നമ്മൾ പറയുകയാണെങ്കിൽ റിയൽമി UI 5.0 ആണ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ പിന്നെ റിയൽമി അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI ആണ്. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു UI ആണ്. നെക്സ്റ്റ് നമ്മൾ ക്യാമറ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൗൺ ഗ്രേഡ് ആണ്. നമ്മൾ റിയൽമി 12+ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 12+ നമുക്കൊരു 8 MP അൾട്രാവൈഡ് കിട്ടിക്കൊണ്ടിരുന്നില്ല. അതെടുത്ത് കളഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ നമുക്കുള്ളത് ആകെ ഡുവൽ ക്യാമറയാണ്. പുറകിൽ 50 MP f1.8 ആപ്സിൽ വരുന്ന സോണി ലിറ്റിയ 600. ഇപ്പോൾ എല്ലാ ഫോണുകൾക്കും ലിറ്റിയ 600 ആണ്. OS വരുന്നുണ്ട്. പിന്നെ 4K 30 FPS ആണ് വരുന്നത്. പിന്നെ 2 MP മാർക്കും വേണ്ടാത്ത മോണോ സെൻസർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 1080p 30 FPS. എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ ഹ്യൂമൻ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ചെറിയൊരു റെഡ് സ്റ്റോൺ വരുന്നുണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ചെറിയ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. കാരണം ആകെ ഉപയോഗിക്കാനാകെ ഒരു ക്യാമറ പുറകിലുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാറ്ററി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 80 വാട്ട്സ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. പിന്നെ 6.5 മണിക്കൂർ നമുക്ക് എന്തായാലും സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ 0 to 100 ഒരു
45 മിനിറ്റ് കൊണ്ട് നമുക്കാവും. കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് 9 5G പ്ലാനാണ് വരുന്നത്, വൈഫൈ 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ്സിലോട്ട് 3.5mm ജാക്ക് വരുന്നുണ്ട്, പിന്നെ USB Type-C 2.0. സോ കണക്ടിവിറ്റിയും കുഴപ്പമില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, കാരണം 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചില ഫോണുകൾ 5500 mAh ബാറ്ററി വരുന്ന ഫോണുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. 80 വാട്ട്സ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രൈസാണ് ഹൈലൈറ്റ്. 8GB 128-ന് 23,000 രൂപയും, 8GB 256 25,000 രൂപയും, 12GB 256-ന് 27,000 രൂപയും. എൻ്റെ രീതി പറഞ്ഞാൽ ഈ ഫോൺ എടുക്കാണ്ട് നിങ്ങൾ നേരെ പോയി iQOO Z9 എടുക്കാനായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പുതിയ ഫോൺ ആയിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ Z9 S എടുത്താലും കുഴപ്പമില്ല, എന്നാലും റെക്കമെൻഡേഷൻ iQOO Z9 തന്നെയാണ്. ഇത് ഗെയിമിംഗ് ഫോണാണെന്നും പറഞ്ഞാൽ അവിടെ ഇറക്കിയേക്കുന്നത്. ഇത് ഗെയിമിംഗ് ഫോണൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. അതിന് അത്രയും പെർഫോമൻസ് ഇല്ല ഇതിന്. എത്ര ഒപ്റ്റിമൈസ് ചെയ്താലും ഹാർഡ്വെയറിൻ്റെ അപ്പുറം പോകത്തില്ലല്ലോ എങ്ങനെ പോയാലും ഫോൺ. സോ iQOO Z9 പോയി എടുക്കുക. ഇതിൽ പോയി ആരും വീഴാണ്ടിരിക്കുക. ക്യാമറ കാര്യത്തിൽ iQOO Z9 ബെറ്ററാണ്, ഡിസ്പ്ലേ ബെറ്ററാണ്, പെർഫോമൻസ് ബെറ്ററാണ്, ബാറ്ററി എല്ലാം കാര്യങ്ങളും ബെറ്ററാണ്. സോ നേരെ iQOO Z9 എടുക്കുക, ഈ ഫോൺ എടുക്കരുത് ആദ്യം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നെക്സ്റ്റ് വീഡിയോ കാണാം.